തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ആചാരലംഘനമടക്കമുള്ള ആരോപണങ്ങൾ മാത്രം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തന്ത്രിയുടെ നേരിട്ടുള്ള പങ്കിനെപ്പറ്റി പരാമർശമില്ല. തന്ത്രി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതായി അറസ്റ്റ് നോട്ടീസിലോ റിമാൻഡ് റിപ്പോർട്ടിലോ ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക സ്വർണ്ണപ്പാളികൾ കൈമാറുന്നതിന് തന്ത്രി അനുവാദം നൽകിയെന്നും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും SIT. സ്വർണ്ണക്കവർച്ചയിൽ സാമ്പത്തിക ലാഭം നേടിയത് ആരൊക്കെയെന്നുള്ള കാര്യങ്ങളിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രം ചുമതലയുള്ള തന്ത്രിക്കെതിരെ SIT തിരിഞ്ഞത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, എന്തായാലും തന്ത്രി കണ്ഠരര് രാജീവരെ 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും വിജിലൻസ് കോടതി ജഡ്ജിയുടെ വസതിയിൽ, ഔദ്യോഗിക വസതിയിൽ ഹാജരാക്കുന്ന സമയത്ത് കൂടുതൽ വാദങ്ങൾക്കൊന്നും അവിടെ സമയമില്ല. അതുകൊണ്ട് തന്നെ ഇനി 13-ാം തീയതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ മാത്രമേ തന്ത്രിക്ക് പറയാനുള്ളത് തന്ത്രിയുടെ അഭിഭാഷകൻ വഴി കോടതിയെ അറിയിക്കുക. തുടർന്നായിരിക്കും കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കുക. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ വളരെ ദുർബലമായിട്ടുള്ള വാദങ്ങളാണ് SIT നിരത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ഇദ്ദേഹത്തിന് പണമായും അതുപോലെ കേഷായോ കൈൻഡായോ എന്തെങ്കിലും ഈ ഇടപാടിൽ നിന്ന് സമ്പാദിക്കാനായി എന്ന SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല. പറയാത്തിടത്തോളം ഇത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമായി മാറില്ല. മാത്രമല്ല, അറസ്റ്റിലേക്ക് നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള കാരണങ്ങൾ SIT കണ്ടെത്തിയിട്ടുമില്ല. അതിന് തക്കതായ തെളിവുകൾ SITയുടെ പക്കൽ ഇല്ല. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? എന്താണ് പൊതുവിലുള്ള നിരീക്ഷണം, മനോജ്? ഈ തന്ത്രിയുടെ അഭിഭാഷകൻ നമ്മളോട് വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അതിലെ ലോജിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതായത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറയുന്നത് ആചാരലംഘനം നടന്നു, അതോടൊപ്പം തന്നെ ഗൂഢാലോചന നടന്നു, ഈ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നൊക്കെയാണ്. പക്ഷേ ഇതിൽ തന്ത്രിക്ക് നേരിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പങ്കിനെ കുറിച്ച് കൃത്യമായും ഈ റിമാൻഡ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ അറസ്റ്റ് നോട്ടീസിലോ കൊടുത്തിട്ടില്ല. അതേസമയം തന്നെ ഈ അനുജ്ഞ വാങ്ങി എന്നുള്ള കാര്യം, അനുജ്ഞ വാങ്ങിയില്ല എന്നുള്ള ഒരു വിവരമാണ് ഈ അറസ്റ്റ് നോട്ടീസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അനുജ്ഞ വാങ്ങി എന്നതാണ് ഈ തന്ത്രി അഭിഭാഷകനോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ അനുജ്ഞ വാങ്ങുന്നതിനെ കുറിച്ച് അത് എവിടെയും രേഖപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ സംശയമാണ്. ഈ ആചാരലംഘനം നടന്നുവെന്ന് പറയുമ്പോഴും അത് എങ്ങനെയാണ് ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ അക്കാര്യങ്ങൾ വരുമ്പോൾ അത് കോടതിക്ക് മുന്നിൽ എങ്ങനെയാണ് നിൽക്കുക എന്നുള്ള കാര്യമൊക്കെ തന്നെ ഈ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തന്ത്രിക്ക് നേരിട്ട് ഇത്തരത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുള്ളതായി കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് റിമാൻഡ് റിപ്പോർട്ടിലൂടെ മനസ്സിലാകുന്നത്. മറ്റു പ്രതികൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി തന്ത്രി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും എത്തരത്തിലാണ് തന്ത്രി അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകൾ, ഈ തന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രിയാണ് ഈ ക്ഷേത്ര ചൈതന്യം കാത്ത് സൂക്ഷിക്കാൻ ബാധ്യസ്ഥനെന്നും കട്ടിളപ്പാളി ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദേവസ്വം ബോർഡിനെ കൃത്യമായി അറിയിച്ചില്ല എന്നുമൊക്കെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളുടെ പങ്കിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചും ഈ മറ്റു കാര്യങ്ങളെ കുറിച്ചുമൊക്കെ അന്വേഷിക്കാൻ തന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള മറ്റു പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. എത്തരത്തിലാണ് അവർ ഇടപെടലുകൾ നടത്തിയത് എന്നുള്ളതും ആരൊക്കെയാണ് ഒപ്പിട്ടത് എന്നുള്ളതുമൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ തന്ത്രിക്ക് അത്തരത്തിൽ നേരിട്ടൊരു പങ്കുള്ളതായി ഈ റിപ്പോർട്ടുകളിലൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യമായി നോക്കിക്കാണേണ്ടത്. ഈ ആചാരലംഘനമോ ഗൂഢാലോചനയോ നടന്നു എന്ന് SIT പറയുമ്പോഴും അത് എത്തരത്തിലാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിവരം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും 13-ാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഈ ജാമ്യാപേക്ഷയിൽ കൃത്യമായും അഭിഭാഷകരടക്കം മുന്നോട്ട്
മുന്നോട്ട് വയ്ക്കുന്നത് ഇക്കാര്യങ്ങൾ തന്നെയാണ്. അതായത് ദുർബലമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കേസിൽ അറസ്റ്റിലാകുമ്പോൾ അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് എങ്ങനെയാണ് നിലനിൽക്കുക എന്നതിനെ പറ്റി തന്നെയാണ് അഭിഭാഷകരടക്കം ചോദിക്കുന്നത്. യെസ്, തന്ത്രി ആചാരലംഘനം നടത്തി. ഈ ആചാരലംഘനം നടത്തിയത് BNS പ്രകാരം ഒരു ക്രിമിനൽ കുറ്റമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഈ ആചാര ലംഘനമടക്കമുള്ള വെറും ആരോപണങ്ങൾ മാത്രമാണ്. തന്ത്രിയുടെ നേരിട്ടുള്ള പങ്കിനെപ്പറ്റി, കവർച്ചയിൽ തന്ത്രിയുടെ നേരിട്ടുള്ള പങ്കിനെപ്പറ്റി SIT പരാമർശിക്കുന്നില്ല. മനോജാണ് കൊല്ലത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.